പൂതനാമോക്ഷം കഥ പറയാം. പക്ഷെ ഈ കഥ മിക്കവാറും എല്ലാവരും കേട്ടു തന്നെയാവും. വസുദേവന്റെയും ദേവകിയുടെയും വിവാഹശേഷം കംസൻ ദേവകിയെ വസുദേവന്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ കംസൻ പറഞ്ഞു, ഞാൻ തന്നെ കൊണ്ടേ ആക്കിക്കോളാം ദേവകിയെ പറഞ്ഞു. കാരണം വസുദേവന്റെ ഭാര്യ ദേവകി കംസന്റെ സഹോദരിയാണ്. സഹോദരിയോട് വളരെയധികം അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ കംസൻ വസുദേവനെയും ദേവകിയെയും കൂടി കൂട്ടി രഥത്തിൽ കയറ്റി പുറപ്പെട്ടു. ഈ പുറപ്പെട്ട സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നൊരു അശരീരി ഉണ്ടായി. ഇത് കേട്ടോടെ കംസൻ ചുണ്ടിയെടുത്തു, ദേഷ്യം വന്നു. ദേവകിയെ വധിക്കാൻ വേണ്ടി തലമുടി ചുറ്റിപ്പിട്ട് കഴുത്ത് വെട്ടാൻ ഭാവിച്ചു. വസുദേവൻ പറഞ്ഞു, കഷ്ടം, നിങ്ങള് ഒന്നാമത് സോദരി, പിന്നെ സ്ത്രീവധം, ഇതൊക്കെ രാജാക്കന്മാർ പറഞ്ഞിട്ടാണോ? അതുകൊണ്ട് അത് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടികളെ എല്ലാവരെയും ഞാൻ കംസന് കൊണ്ടും തരാം, അതുകൊണ്ട് വധിക്കണ്ടെന്നു. അത് കേട്ടപ്പോൾ കംസന് തൃപ്തിയായി. വസുദേവരാണെങ്കിലും പറഞ്ഞേക്കണേ, തൃപ്തിയായി. കൊണ്ടയാക്കി കഴിഞ്ഞിട്ട് വസുദേവര് ഓരോ തവണയും ദേവകി പ്രസവിക്കുമ്പോൾ ആ കുട്ടികളെ കൊണ്ടേ കൊടുക്കും, കംസന് കൊണ്ടേ കൊടുക്കും. കംസൻ ആദ്യം പറയും, ചെറിയ കുട്ടിയല്ലേ, 8ാമത്തെ പുത്രനാണല്ലോ എന്നെ വധിക്കുക, അതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുപോക്കോളൂ എന്ന് പറയും. അങ്ങനെ 3-4 കുട്ടികളെ തിരിച്ചയച്ചു. പക്ഷെ ഒരു ദിവസം നാരദൻ അവിടെ വന്നു, കംസന്റെ അടുത്ത് വന്നു. കംസനോട്, നിങ്ങൾ എന്തായി കാണിച്ചേ? കൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെ 8ാമത്തെ പുത്രൻ വധിക്കുന്നല്ലേ പറഞ്ഞേ? അതെ. കംസൻ പറഞ്ഞു, ഈ 8ാമത്തെ പുത്രനെ എവിടുന്ന കണക്കാക്കുക? ഒരു വൃത്തം വരച്ചു നോക്കൂ, അതിലെവിടുന്ന തുടങ്ങുക, എവിടെ അവസാനിക്കുക? അപ്പൊ ഈ 8ാമത്തെ പുത്രന് ആദ്യാവരുതേ, അല്ലെങ്കിൽ അവസാനാവരുതേ? അത് കേട്ടപ്പോ ആകെ കംസനും പരിഭ്രമായി. ഒടുക്കം എന്ത് ചോദിച്ചാൽ ദേവകിയും വസുദേവരെയും കൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചു. എന്നിട്ട് ഉണ്ടായിരുന്ന കുട്ടികളെ കൊന്നു. ഇതിനുശേഷം 8ാമത്തെ പുത്രൻ ജനിച്ചു എന്നുള്ള വിവരം കംസന് കിട്ടി. പിന്നെ ആ പുത്രനാണല്ലോ എന്നെ വധിക്കുന്നു പറഞ്ഞേ, അപ്പോൾ ആ പുത്രനെ നശിപ്പിക്കാം. അത് അന്വേഷിച്ച് നടന്നപ്പോ ഇന്ന ദിക്കിലുണ്ട്, ഗോകുലത്തിലുണ്ട് എന്നുള്ള വിവരം കിട്ടി. കൊച്ചുകുട്ടിയല്ലേ, കൊല്ലാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ആദ്യം പൂതനെ വിളിച്ചു വരുത്തി. പൂതന എന്ന് പറഞ്ഞാൽ കംസന്റെ സഹോദരിയാണ്. കുട്ടികളെ നിഗ്രഹിക്കാൻ മിടുക്കത്തിയ സ്ത്രീയല്ലേ. ഈ പൂതനയുടെ വധിക്കുന്ന വിധം എങ്ങനെയാ വെച്ചാൽ, കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്ത് വധിക്കുക. അപ്പൊ ആ മുലയില് വിഷം പുരട്ടി വെച്ചിട്ട് അത് കൊടുക്കുക, കുട്ടികൾ മരിച്ചുപോകും. അപ്പം അങ്ങനെ കംസൻ പറഞ്ഞു, പൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗോകുലത്തില് ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, ആ ഉണ്ണിയെ എന്നെ വധിക്കുന്നതാണ് ആ ശരീരി, അതുകൊണ്ട് ആ ഉണ്ണിയെ പോയി വധിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കംസൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ വധം തീർച്ച. അപ്പൊ കംസൻ പറഞ്ഞത് പൂതന അനുസരിച്ചില്ലെങ്കിൽ പൂതനയെ നിഗ്രഹിക്കുന്നു തീർച്ച. വേഗം പുറപ്പെട്ടു. അപ്പോ ഈ രാക്ഷസിയുടെ വേഷത്തിലേക്ക് എങ്ങനെയാ അങ്ങോട്ട് പോവാ? അതൊരു ഗോകുലം വലിയൊരു ഇതാണ്, രാജാക്കന്മാരുടെ പ്രതാപമുള്ളവരാണ് രാജാക്കന്മാരല്ലെങ്കിലും. അവിടെ എത്തിയപ്പോൾ പൂതന എന്ത് ചെയ്തു വെച്ചാൽ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് മാറി, ചെറുപ്പക്കാരത്തി കുട്ടിയായിട്ട് മാറി. ആ ഗോകുലത്തിലേക്ക് കടന്നപ്പോ തന്നെ ആകെ പൂതനയ്ക്ക് പരിഭ്രമായി. ധാരാളം ആൾക്കാരും ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ഉണ്ട്, ആകെ പരിഭ്രമായി. അപ്പൊ നല്ലൊരു സുന്ദരിയായിട്ട് ഗോകുലത്തിലേക്ക് പോയി. ഈ ഗോകുലത്തിൽ ചെന്ന് ഇവരെ കണ്ടപ്പോ ഇവർക്ക് ഈ പുതിയ വരുന്ന ആളാരാ എന്ന് മനസ്സിലാവണില്ല. എങ്കിലും അവരൊന്നും മിണ്ടിയില്ല.
പോയിട്ട് അപ്പോൾ അവരോട് പറഞ്ഞു, ഗോസ്ത്രീയോട് പറഞ്ഞു, എനിക്കൊന്ന് ആ ഉണ്ണിയെ കാണണം. ശരി, ഒരു ഉണ്ണിയെ കാണിച്ചു കൊടുത്തു. ഒരു മുറിയിൽ കിടത്ത് ഉറങ്ങുക. ഈ കുട്ടിയുടെ കൗതുകം ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പൂതനയ്ക്ക് ആ ഉണ്ണിയെ കൊല്ലാനൊരു ശങ്ക. നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയുണ്ട്, കാരണം മടിയായി. പക്ഷെ ഇത് കൊല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അതൊക്കെ കുറച്ച് മടിയിലൊക്കെ വെച്ച് ലാളിച്ച് ആരുമില്ലാന്ന് തീർച്ചയായപ്പോൾ മുല കൊടുത്തു. ഉണ്ണികൃഷ്ണൻ സുഖമായിട്ട് സ്ഥലം പാനം ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പൂതനയുടെ ജീവൻ തന്നെ വലിച്ചെടുക്കാൻ തുടങ്ങി. പൂതന വിടിയിക്കാൻ നോക്കിയിട്ട് വിടിയിക്കാൻ പറ്റുന്നുമില്ല. ആകെ ഭയങ്കര ബഹളമായി. ഒടുക്കം ഉണ്ണി പൂതനയുടെ ആത്മാവോട് വലിച്ചെടുത്ത് പൂതനയെ നിഗ്രഹിച്ചു. അതാണ് പൂതനാമോഷം. ഇനി ഈ പൂതന രാക്ഷസിക്ക് എങ്ങനെയാ ഈ ഉണ്ണികൃഷ്ണന് കൊല കൊടുക്കാനൊരു സന്ദർഭം ഉണ്ടായേ? അതിനൊരു കഥയുണ്ട്. മഹാബലിയുടെ യാഗത്തിൽ വെച്ച് വാമനൻ മരണ കണ്ടപ്പോ ബലിയുടെ പുത്രിയായ രത്നമാലയ്ക്ക് വാമനനെ പോലെ ഒരു ഉണ്ണിക്ക് മുല കൊടുക്കണം എന്നൊരു മോഹമുണ്ടായി. അങ്ങനൊരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞില്ല. ആ രത്നമാലയാണ് പിന്നത്തെ ജന്മത്തില് പൂതനയായിട്ട് ജനിച്ച് ഈ ഉണ്ണികൃഷ്ണന് മുല കൊടുക്കാനുണ്ടായത്. രത്നമാലയ്ക്കുണ്ടായിരുന്ന ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കൂടിയിട്ടാണ് ഇങ്ങനൊരു ഇതുണ്ടായത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അതാണ് പൂതനാമോക്ഷ കഥ.